ഇനി ജില്ലകൾ തോറും ഈ നിയമനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതിന്റെ കണക്കുകളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 2025 മെയ് 13 പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ കൃത്യമായി പറഞ്ഞാൽ 11,893 ഉദ്യോഗാർത്ഥികളാണ് നിയമനം കാത്തിരിക്കുന്നത്. എന്നാൽ ഈ ജംബോ പട്ടികയിൽ നിന്ന് 272 പേരെ മാത്രമാണ് ഇതുവരെ നിയമിച്ചിട്ടുള്ളത്. കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റ നിയമനം പോലും നടന്നിട്ടില്ല. മെയിൻ ലിസ്റ്റിൽ നിന്ന് 40 പേർക്കും ഡിഫറന്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ നിന്ന് 48 പേരെയും നിയമിച്ച മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ നിയമനങ്ങൾ. ഗോപാൽ ശിലാസനൽ വിശദീകരിക്കും കണക്കുകൾ. ഗോപാൽ, ജില്ലകൾ തോറും എത്രയോ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒന്നാം റാങ്ക് നേടിയവർ പോലും ഈ പല ജില്ലകളിൽ നിന്നും വിഷമിച്ചിരിക്കുന്ന കാഴ്ചയുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ 11,893 പേർ ഇടം പിടിച്ചിട്ടുള്ള റാങ്ക് പട്ടികയിൽ വളരെ അത് 100ന്റെ കണക്കുകളൊക്കെയാണ് നിയമനവുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ കേൾക്കുന്നത്, അല്ലേ ഗോപാൽ? തീർച്ചയായിട്ടും റോഷിനി, എന്തുകൊണ്ട് അവർ മണ്ണ് തിന്നു, എന്തുകൊണ്ട് പുല്ല് തിന്നു, എന്തുകൊണ്ട് മുട്ടിലിഴഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് മുന്നിൽ കാണപ്പെടുന്ന ഈ കണക്കുകൾ. ഏതാണ്ട് 12,000-ഓളം പേർ 14 ജില്ലകളിൽ നിന്നായി ഉൾപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് സംസ്ഥാനത്ത് മൊത്തം നിയമനം കിട്ടിയത് നോർമൽ നിയമനം, അതായത് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള നോർമൽ നിയമനമായി വരുന്നത് 136 നിയമനങ്ങളാണ്. അതേസമയം തന്നെ 136 നിയമനങ്ങൾ ഭിന്നശേഷി തസ്തികകൾ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ 272 പേർക്കാണ് 11,974 പേർ ഉൾപ്പെട്ട ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആകെ നിയമനം ലഭിച്ചിരിക്കുന്നത്. അതായത് 5 അക്ക സംഖ്യയുള്ള ഒരു ലിസ്റ്റിൽ നിന്ന് 3 അക്ക സംഖ്യ തികയ്ക്കാൻ പാടുപെടുന്ന ഒരു കണക്കിലേക്കാണ് എത്തിപ്പെടുന്നത്. ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനമില്ലാത്ത നിരവധി ജില്ലകൾ, അത് ഒരാളെ പോലും നിയമിക്കാത്ത 3 ജില്ലകൾ കേരളത്തിലുണ്ട്. കാസർഗോഡ്, വയനാട്, ആലപ്പുഴ ജില്ലകളിൽ നോർമൽ കാറ്റഗറിയിൽ ഒരു നിയമനം പോലും ലഭിച്ചിട്ടില്ല. അതിൽ ആലപ്പുഴയിലും അതുപോലെ തന്നെ കാസർഗോഡും ഒരാളെ പോലും നിയമിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആകെ 88 പേരെ നിയമിച്ച മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമനം ഇതുവരെയും നടന്നിട്ടുള്ളത്. ആ 88ന്റെ കണക്ക് പറയുമ്പോഴും 3000-ഓളം പേർ, കൃത്യമായി പറഞ്ഞാൽ 2,974 പേർ ഉൾപ്പെട്ട ഒരു ലിസ്റ്റിൽ നിന്നാണ് 48 പേർ ഇത്തരത്തിൽ നിയമിതരായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് കൊല്ലം ജില്ലയുടെ കാര്യവും. ആ കൊല്ലം ജില്ലയിൽ ആകെ നിയമനം ലഭിച്ചിട്ടുള്ളത് 2 പേർക്ക് മാത്രമാണ്. ഓരോ ആൾക്ക് മാത്രം നിയമനം ലഭിച്ച 2 ജില്ലകളുണ്ട്. കണ്ണൂരിലും വയനാടിലും ഓരോ ആൾക്കാർക്ക് മാത്രമാണ് നോർമൽ നിയമനം ലഭിച്ചിട്ടുള്ളത്. 5ഉം 8ഉം പേർക്ക് വീതം കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇത്തരത്തിൽ ഡിഫറന്റ് ഏബിൾഡ്, അതായത് ഭിന്നശേഷി തസ്തികകൾ ഉൾപ്പെട്ട് നിയമനം ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് 12,000 പേരുടെ ലിസ്റ്റ് ഉണ്ടാകുന്നു, അതിൽ നിന്ന് എന്തുകൊണ്ട് നിയമനം ലഭിക്കുന്നില്ല എന്ന ചോദ്യം ഉദ്യോഗാർത്ഥികൾ ഉയർത്തുമ്പോൾ സർക്കാർ പറയുന്നത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഒരു ഉദ്യോഗാർത്ഥി അധ്യാപകനായോ അധ്യാപികയായോ നിയമിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന ചെലവ് ചെറുതല്ല. അത് നിലവിലെ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതകൾക്ക് തടസ്സം നിൽക്കുന്നതാണ്. അതിനൊരു പോംവഴി എന്ന രീതിയിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ 3 വർഷം കൂടുമ്പോഴും നിയമനം നടന്നോ ഇല്ലയോ, ഒഴിവുണ്ടോ ഇല്ലയോ എന്ന കാര്യമൊന്നും പരിശോധിക്കാതെ തന്നെ PSC വഴി നോട്ടിഫിക്കേഷനുകൾ യഥേഷ്ടം പുറത്തിറങ്ങാറുണ്ട്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാൾക്ക് പോലും നിയമനം കിട്ടിയില്ലെങ്കിൽ പോലും ആ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി ഇല്ലാത്ത തസ്തികയ്ക്ക്, ഇല്ലാത്ത ഒഴിവുകൾക്കായി പുതിയ പരീക്ഷകൾ നടത്തുന്നു. വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഇതൊന്നും അറിയാതെ ജോലി പ്രതീക്ഷിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നു. ആ പരീക്ഷ എഴുതി 1ാം റാങ്കിലോ 2ാം റാങ്കിലോ ആദ്യ 5 റാങ്കിലോ വന്നിട്ടും സെക്രട്ടേറിയറ്റ് മുൻപിൽ നിരാഹാരം കിടക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അത് ഒരു പരിധിവരെയെങ്കിലും അംഗീകരിക്കപ്പെടേണ്ടതാണ്. നീതി അവർക്ക് ആവശ്യപ്പെടേണ്ട അർഹതയുള്ളവരുമാണ്. എന്താണെങ്കിലും കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്. ആ കണക്കുകൾ തന്നെയാണ് ഈ പ്രതിഷേധത്തിനുള്ള ഊർജവും ഇന്ധനവും എന്ന് പറയേണ്ടിയിരിക്കുന്നു റോഷ്നി. യെസ്, അതാണ് 10,000 ഇടം പിടിച്ച ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും നാമമാത്രമായ വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്.